interesa. Ok.
ഹലോ നിഖില എന്തുകൊണ്ട് സ്മെൽ അടിക്കുന്നുണ്ടോ അറിയില്ല തോന്നി നമുക്ക് ഇടാത്തതൊന്നും നമ്മൾ ചെയ്യാം കിട്ടിയാൽ യൂഷ്വൽ തപ്പി ഒരു പിടിയില്ല ഹലോ 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 ഇതിനകത്ത് വേറെ ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ നോക്കാം വീണ്ടും ശ്രദ്ധിക്കണം ഇങ്ങോട്ട് വിളിക്കണം ഹലോ ശബ്ദം കേട്ടിട്ട് വലിയ ഇന്റർനാഷണൽ നമ്പർ അവൻ ആരായാലും നമ്മളത് നോക്കിയിരുന്നു ജയിക്കും സൈബർട്ടിക്കുമായിട്ട് ബാക്കിത്തരുണ്ട് എന്നെ കൺഫേം ചെയ്യുന്നത് മറ്റൊരു കാര്യം ഞാൻ കുറെ നേരമായിട്ട് ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുകയാണ് ഈ ഓഡിയോ ഇവർ രണ്ടുപേരും അങ്ങോട്ട് കൊണ്ട് ചോദിക്കുന്നത് ടോണി എവിടെയാണ് വിച്ച് മീൻസ് അവർക്ക് ടോണി എവിടെയാണെന്ന് അറിയില്ല നമ്മുടെ എന്റെ പോലീസ് ഫോഴ്സ് കഴിഞ്ഞ ഒരാഴ്ചയായി തിരിയുന്നത് ഈ ടോണി തന്നെയാണ് നമുക്ക് പറയും ഞാൻ എന്റെ ഒരു കസിൻ ചിന്ത പറഞ്ഞു ടോണി എനിക്ക് ജീവിച്ചിട്ടില്ല അയാള് ഫോണിൽ പറഞ്ഞ പോലെ ഇതിനകത്ത് വേറൊരു കളി നടക്കുന്നു രസകരമായ അജ്ഞാതനായ ഒരാൾക്ക് വേണ്ടി ടോണിയും നിഖിലും നടത്തിയ കൊലപാതകങ്ങളാണ് മാറ്റുന്നതും അഞ്ജലിയും അതുവരെ നമ്മുടെ ഒന്നും ശരിയാണ് പക്ഷെ അവിടെ മുതൽ കളിയാകെ മാറ്റിക്കളിച്ചു അഞ്ജലിക്കും മാറ്റിനും പ്രിയപ്പെട്ട മല്ല പിന്നീട് നമ്മൾ കണ്ടത് പ്രതികാരം അഞ്ജലിയും മാറ്റിനെയും കൊന്ന നിഖിലും ടോണിയും ഇന്ന് ജീവിച്ചിരുന്നത് ബാക്കിയുള്ളത് അതിന്റെ ചരട് വലിക്കുകയാണ് നമ്മൾ തരുന്ന അജ്ഞാനം പക്ഷെ ഇപ്പോ ഈ പ്ലോട്ടിൽ നമ്മളെ ആരെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരാൾ കൂടി നമ്മൾ സഞ്ചരിച്ച വഴിയിലൂടെ നമ്മളെക്കാൾ നേരത്തെ സഞ്ചരിച്ച ഒരാൾ അയാളെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അഞ്ജലിയുടെയും മാർക്കിന്റെയും പഠനങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരാൾ അവരോട് ഏറ്റവും അധികം സ്നേഹമുള്ള ഒരാൾ വേദനയുടെ മുൻപടത്തിനെ പുറകെ പ്രതികാരത്തിന് സമർപ്പിച്ചു വെച്ച മാറ്റി നാട്ടി വന്നതിന്റെ ഇവർക്ക് കൂടെ കാരണം ഈ മാറ്റം ചെയ്യുന്നത് ഫ്രണ്ട്സായിരുന്നു ജിമ്മി അല്ലാതെ അവര് നാട്ടിൽ വേറെ ഫ്രണ്ട്സൊന്നും അധികമില്ലായിരുന്നു വളരെ പെരിഫറലായിട്ടുള്ള ചർച്ചകളും മാത്രമേ മുന്നിലുണ്ടായിട്ടുള്ളൂ പക്ഷെ ജിമ്മിയോടും അഞ്ജലിയോടും അവനെല്ലാം പറയുന്നത് കാലിന്റെ ഇല്ല കുട്ടി നാട്ടിൽ അവിടെ കുറെ കാലം ആശുപത്രിയിലായി ആരും അറിഞ്ഞുപോലും ഈ അടുത്ത ജിമ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും പക്ഷെ അവരൊന്നും എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ത് ഇഷ്യൂ സ്നേഹമുള്ളിടത്തല്ലേ കുഴപ്പമുണ്ടാവുള്ളൂ ഇന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ കഴിഞ്ഞ ബർത്ത്ഡേ ഞങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തത് ലാവൻഡർ പൂക്കൾക്കിടയിൽ ചുവന്ന റോസാപ്പൂക്കൾ നിറച്ച ഓക്കെ അവളുടെ ഫേവറേറ്റ് അഞ്ജലിക്ക് സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും അവൾ നാട്ടിലെ പോലെ തന്നെ കുറച്ച് റിസൾട്ടായിരുന്നു ഞങ്ങളൊക്കെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലും എന്നോട് പറയില്ലല്ലോ പക്ഷെ അവനോട് അങ്ങോട്ട് പറയുന്നതിന് പക്ഷെ ഓടിച്ചെത്തില്ല